US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മറൈൻ വൺ പ്രസിഡൻഷ്യൽ ഹെലികോപ്റ്റർ അടിയന്തരമായി ലാൻഡിംഗ് ചെയ്തു. വ്യാഴാഴ്ച ചെക്കേഴ്സിൽ നിന്ന് ലണ്ടനിലെ സ്റ്റാൻസ്റ്റഡ് വിമാനത്താവളത്തിലേക്കുള്ള യാത്രാമധ്യേ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മറൈൻ വൺ പ്രസിഡൻഷ്യൽ ഹെലികോപ്റ്റർ അടിയന്തരമായി ലാൻഡിംഗ് ചെയ്യേണ്ടി വന്നത്. ഡൊണാൾഡ് ട്രംപും പ്രഥമ വനിത മെലാനിയ ട്രംപും ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നപ്പോഴാണ് പൈലറ്റിന് യുകെയിലെ ഒരു പ്രാദേശിക എയർഫീൽഡിൽ അടിയന്തരമായി ലാൻഡിംഗ് നടത്തേണ്ടി വന്നത്. ഈ വർഷം യുകെയിലേക്കുള്ള തന്റെ രണ്ടാമത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ശേഷം പ്രസിഡന്റ് രാജ്യം വിടാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് നാടകീയമായ സംഭവം നടന്നത്. ഒരു ചെറിയ ഹൈഡ്രോളിക് പ്രശ്നം മൂലവും വളരെയധികം ജാഗ്രത പാലിച്ചും പൈലറ്റുമാർ സ്റ്റാൻസ്റ്റഡ് വിമാനത്താവളത്തിൽ എത്തുന്നതിന് മുൻപ് ഒരു പ്രാദേശിക എയർഫീൽഡിൽ ലാൻഡ് ചെയ്തു. ഭാഗ്യവശാൽ പ്രസിഡന്റും പ്രഥമ വനിതയും സപ്പോർട്ട് ഹെലികോപ്റ്ററിൽ സുരക്ഷിതമായി കയറിയെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിന ലീവിറ്റ് വിശദീകരിച്ചു. അടിയന്തര ലാൻഡിംഗിന് ശേഷം ട്രംപും മെലാനിയയും എയർഫോഴ്സ് വണ്ണിൽ കയറി വാഷിംഗ്ടണിലേക്ക് പോയി. പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി വ്യാപാരത്തിലും സാങ്കേതിക വിദ്യയിലും US-UK ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളിലൂടെ അടയാളപ്പെടുത്തിയ സന്ദർശനത്തിന് വിരാമമിട്ടു. വിദേശനയം, വ്യാപാരം, സാങ്കേതികവിദ്യ എന്നിവയിലെ യോജിപ്പിന്റെയും വിയോജിപ്പിന്റെയും മേഖലകളെക്കുറിച്ച് ട്രംപും സ്റ്റാർമറും നേരത്തെ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. ഉക്രൈനിലെ യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെ നിരാശപ്പെടുത്തിയെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടു. അതേസമയം പുടിന് സമാധാനം വേണ്ടെന്ന് സ്റ്റാർമർ ഉറച്ചു പറഞ്ഞു. ട്രംപിന്റെ സന്ദർശനത്തിൽ ഔപചാരിക കൂടിക്കാഴ്ചകളും രാജകീയ ആതിഥ്യ മര്യാദയും ഉണ്ടായിരുന്നു. ബുധനാഴ്ച പ്രസിഡന്റിന് കൂടുതൽ ആചാരപരമായ ഒരു ദിവസം ഉണ്ടായിരുന്നു. ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ ചാൾസ് രാജാവുമായും കാമില രാജ്ഞിയുമായും കൂടിക്കാഴ്ച നടത്തി. അവിടെ രാജകുടുംബം ഒരു ഔപചാരിക വിരുന്ന് സംഘടിപ്പിക്കുകയും ചെയ്തു. വില്യം രാജകുമാരനും രാജകുമാരി കേറ്റും സന്നിഹിതരായിരുന്നു. വ്യാഴാഴ്ച US പ്രസിഡന്റ് ട്രംപിന്റെ ഷെഡ്യൂൾ ഔദ്യോഗിക കാര്യങ്ങളിലായിരുന്നു. മറൈൻ വണ്ണിന്റെ അടിയന്തര ലാൻഡിംഗ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. അതേസമയം ബ്രിട്ടനുമായുള്ള അമേരിക്കയുടെ അഭേദ്യമായ ബന്ധത്തെ ട്രംപ് പ്രശംസിച്ചു. നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ലോകത്തിലെ മറ്റൊരിടത്തും ഇല്ലാത്തതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ചരിത്രത്തിലെ മറ്റേതൊരു രാഷ്ട്രത്തെക്കാളും കൂടുതൽ നന്മ US-ഉം UK-യും ഗ്രഹത്തിന് ചെയ്തിട്ടുണ്ട് എന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. പലപ്പോഴും ബ്രിട്ടീഷ് അമേരിക്കൻ പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് നിന്ന് ചരിത്രത്തിന്റെ പാത മാറ്റുകയും അതിനെ നമ്മുടെ മൂല്യങ്ങളിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്കും ജനാധിപത്യത്തിലേക്കും നിയമവാഴ്ചയിലേക്കും മാറ്റുകയും ചെയ്യുന്നുവെന്നും സ്റ്റാർമറും ആ സൗഹൃദ കൂട്ടായ്മയിൽ പങ്കുചേർന്നു. സ്റ്റാർമറുമായുള്ള തന്റെ ചുരുക്കം ചില വിയോജിപ്പുകളിൽ ഒന്ന് പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള UK-യുടെ പദ്ധതിയാണെന്നും ട്രംപ് പറഞ്ഞു. കുടിയേറ്റ നയതർക്കവും അദ്ദേഹം ഉന്നയിക്കുകയും ബ്രിട്ടൻ കൂടുതൽ കർശനമായ നിലപാട് സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. നിയമവിരുദ്ധമായി ധാരാളം ആളുകൾ പ്രവേശിക്കുമ്പോൾ അത് രാജ്യങ്ങൾക്കുള്ളിൽ നിന്ന് തന്നെ നശിപ്പിക്കുമെന്ന് സ്റ്റാർമറിനോട് വ്യക്തമാക്കിയിരുന്നു. സൈന്യത്തെ വിളിക്കേണ്ടി വന്നാൽ പോലും ഞാൻ അത് നിർത്തുമെന്നും പ്രധാനമന്ത്രിയോട് പറഞ്ഞിരുന്നുവെന്ന് ട്രംപ് തുടർന്നു. ബ്രിട്ടനിലെ അവസാന ദിനത്തിൽ ട്രംപ് വിൻസർ കൊട്ടാരത്തിൽ രാജാവിനും രാജ്ഞിക്കും വിട പറയുകയും ബാക്ക് പൈപ്പറുകൾ ധരിച്ച് ആചാരപരമായ ബഹുമതി ഗ്രാൻഡ് US പ്രസിഡന്റിന്റെ സ്കോട്ടിഷ് പൈതൃകത്തിന്റെ ആദരം, പാരച്യൂട്ട് പ്രകടനം എന്നിവയ്ക്കായി ചെക്കേഴ്സിലേക്ക് ഹെലികോപ്റ്ററിൽ പറക്കുകയും ചെയ്തിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് പ്രത്യേക ബന്ധം എന്ന പദം ഉപയോഗിച്ച് യുദ്ധകാല നേതാവ് വിൻസൺ ചർച്ചിലിന്റെയും ആർക്കൈവും ട്രംപിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.